വിദേശത്ത് MBBS പഠനം എന്ന് പറയുമ്പോൾ തന്നെ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും വരുന്ന ഒരു ആശങ്കയാണ്, തിരിച്ച് നാട്ടിലെത്തിയതിനു ശേഷം ഈ ഒരു ലൈസൻസിങ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുമോ, ടഫായിരിക്കോ, ഇതിന്റെ സക്സസ് റേഷ്യോ കുറവാണല്ലോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് എനപ്പോയുടെ ഈ ഒരു പ്രോഗ്രാം ഈ ഒരു ഇഷ്യൂ ടാക്കിൾ ചെയ്യുന്നത്? നൈസ് ചോദിച്ചത് കറക്റ്റാണ്. പക്ഷേ പല രാജ്യങ്ങളിലും MBBS പഠിക്കുമ്പോൾ കുട്ടികൾ പഠിക്കുന്നത് ഒരു ഫോറിൻ സിലബസ് ആണ്. തന്നെയല്ല, കുട്ടികളെ പഠിപ്പിക്കുന്നതാണെങ്കിൽ ഫോറിൻ ഫാക്കൽറ്റീസും ആയിരിക്കും. അപ്പോൾ ഇപ്പം നമ്മളുടെ ഇന്ത്യൻ ഫാക്കൽറ്റീസ് എന്ന് പറയുമ്പോൾ കുട്ടികളെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള, കുട്ടികൾക്ക് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ചുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും. അപ്പോൾ കുട്ടികളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനും അതുപോലെ കോൺസെപ്റ്റ്സ് ഒക്കെ ഈസിലി മനസ്സിലാക്കാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട് ഇന്ത്യയിൽ. അപ്പോൾ നമ്മളുടെ പ്രോഗ്രാം എനപ്പോയ കിർഗിസ് നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു പ്രോഗ്രാമിൽ കുട്ടികൾ പഠിക്കുന്നത് ഇന്ത്യൻ സിലബസ്, അതായത് NMC പറഞ്ഞിട്ടുള്ള സബ്ജക്ട്സിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്തുകൊണ്ടുള്ളൊരു സിലബസ് ആണ്. അതുപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നതാണെങ്കിലും എനപ്പോയ മാംഗ്ലൂർ ക്യാമ്പസിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെ കൂടുതൽ മനസ്സിലാക്കി കുട്ടികളെ ഒരു സൈക്കോളജി ലെവലിൽ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ തരത്തിലുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഇന്ത്യൻ സബ്ജക്ട്സിന് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു സിലബസ് പഠിച്ച കുട്ടികൾക്ക് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുള്ള സ്ക്രീനിങ് എക്സാം അല്ലെങ്കിൽ ലൈസൻസിങ് എക്സാം വലിയൊരു ഹേർഡിലായിരിക്കില്ല. ഓക്കെ, നമ്മൾ തിരിച്ച് വന്നതിന് ശേഷം ഇതിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒരു കോച്ചിങ്ങോ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടോ? സാധാരണ അങ്ങനെയാണ്. ഇപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു കോച്ചിങ് സെൻറ്റർ കണ്ടുപിടിക്കണം. അവിടെ നമുക്ക് നല്ലൊരു ഹെവി ഫീസ് വരും ഇതൊന്ന് പഠിച്ചെടുക്കാനായിട്ട്. പക്ഷേ എനപ്പോയ കിർഗിസ് നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ MBBS പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ കുട്ടികൾക്കൊരു 6 മാസത്തെ ഇൻറ്റൻസീവ് കോച്ചിങ് ആണ് ഞങ്ങൾ എനപ്പോയ മാംഗ്ലൂർ ക്യാമ്പസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദാറ്റ് നമ്മുടെ കുട്ടികൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് പാസ്സാവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കോച്ചിങ്ങിന്റെ ഫീസ് കൂടെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്? അതെ, ഇതെല്ലാം നമ്മൾ ഈ ഒരു ടോട്ടൽ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്.